നാളെയാണ് ശരിക്കും പറഞ്ഞാൽ ഈദുൽ ഫിത്തർ എന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോഴേ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ആഘോഷത്തിന് പിന്നാലെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇത് തന്നെ മനസ്സിലാക്കിച്ചു തരുന്നു. രണ്ടാമത്തെ റംസാൻ ആഘോഷിക്കാനായി കാസർഗോട്ടേക്കുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മേഘയും സൽമാനും. ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവമെല്ലാം മേഘയുടെ വീട്ടിൽ ആഘോഷിച്ചപ്പോൾ എന്തായാലും ഈദുൽ ഫിത്തർ കാസർഗോഡേക്ക് പോകുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുതന്നെയാണ് ശരി. ഈ ഒരു ദിവസം ഉമ്മയെയും കാണണം, ഉമ്മയോടൊപ്പം സന്തോഷമായി ചിലവഴിക്കണം. അത് ഉമ്മയ്ക്കും ഒരു ആഗ്രഹം തന്നെയാണല്ലോ. നമ്മുടെ മാതാപിതാക്കൾ വയസ്സാകുമ്പോൾ അവർ മറ്റെവിടെയെങ്കിലുമാണ് താമസിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വിശേഷ ദിവസങ്ങളിൽ അവരുടെ അടിയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയായിരിക്കും. അവരെ സംബന്ധിച്ച് വളരെയധികം ഇഷ്ടമുള്ള ഒന്ന് തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്. അതുതന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കി തരുന്നതും. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മേഘ തട്ടവിട്ട് ഒടുങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് എത്തിയിരിക്കുന്നത്. ആരാധകർക്ക് വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പ്രേക്ഷകരോടുള്ള പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഈ വാർത്തകളെല്ലാം വൈറലാകാനുള്ളൊരു കാരണം. മേഘയോടുള്ള പ്രീതി വളരെ പണ്ടേ പ്രേക്ഷകരത് അറിയിക്കാറുണ്ട്. ബാലതാരമായി മലയാള സിനിമയിൽ എത്തിയത് കൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് ഇവരുടെ വാർത്തകളെല്ലാം തന്നെ. സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്തകളുമായിട്ടാണ് ഇവർ എത്താറുള്ളത്. മേഘയുടെ വാർത്തകൾക്ക് ഒരു പ്രത്യേക സ്നേഹം മലയാളികൾക്കുണ്ട്. ബാലതാരമായി തന്നെ മലയാള സിനിമയിലും സീരിയലിലും എത്തിയത് കൊണ്ട് മേഘയോടുള്ള സ്നേഹം ഇത്തരത്തിലാണ് പ്രേക്ഷകർ എത്തിക്കാറുള്ളതും. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു താരം തന്നെയായി ഇത് മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുകൂടി നമുക്ക് പറയാം. മേഘ സൽമാൻ്റെ ഉമ്മയോട് വളരെ കൂട്ടാണ്. സൽമാൻ്റെ ഉമ്മയ്ക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മേഘയെ നേരിട്ട് കണ്ടപ്പോൾ എല്ലാം മറക്കുകയായിരുന്നു. അത്ര നല്ല മകളായി മാറിയിരിക്കുകയാണ് മേഘ. സൽമാൻ അത് തന്നെയാണ് സന്തോഷം. സൽമാന് ഉമ്മയുടെ അരികിൽ മേഘ ഇരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ടെന്ന് പലപ്പോഴായി പറയുകയും ചെയ്യുന്നു. പ്രേക്ഷകരും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. മേഘയും ഉമ്മയും അരികിൽ ഇരിക്കുന്നത് കാണാൻ ഞങ്ങൾക്കും ഇഷ്ടമാണ് സൽമാൻ. അപ്പോൾ തന്നെ അവരുടെ സ്നേഹം നമുക്ക് മനസ്സിലാകുന്നു. അതാണ് ഞങ്ങൾക്കും സന്തോഷം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകരെല്ലാവരും മേഘയ്ക്കും സൽമാനും ഈദുൽ ഫിത്തറിൻ്റെ ആശംസകൾ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. നാളെയാണെങ്കിലും ഇന്നു മുതൽ ആഘോഷങ്ങളെല്ലാം തന്നെ എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു. കാസർഗോട്ടേക്കുള്ള യാത്രയിലായിരിക്കാം ഇരുവരും. എന്തായാലും ഉടനെ ഒരു വ്ളോഗ് കാണാൻ സാധിക്കും. മേഘയുടെ വീട്ടിലെത്തി ഇരുവരും അവിടെ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവച്ച ചിത്രങ്ങളിലൂടെ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി മാറുകയും ചെയ്തു. ആദ്യമൊക്കെ എല്ലാവർക്കും വിഷമമുണ്ടായിരുന്നു ഇവരുടെ ജീവിതത്തിലേക്ക് അച്ഛനമ്മമാരുടെ ചിത്രങ്ങൾ കൊണ്ടുവരാത്തതുകൊണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇവരെ അച്ഛനും അമ്മയും ഉമ്മയും ഒക്കെ അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് തോന്നുന്നതെന്നും ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൽമാൻ പങ്കുവയ്ക്കുന്നത് ശരിയാണെന്നും പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.